ചൂട്. കുടിക്കട്ടെ. തുള്ളി വെള്ളം. അമ്മ ഓ നല്ല ഉറക്കാണല്ലോ. ഒരു തുള്ളി വെള്ളമില്ല. ആ മോനെ, നീ വന്നോ? അമ്മ മരുന്നൊക്കെ കുടിച്ച് ക്ഷീണിച്ചു പോയി. നീ എപ്പോഴാ വന്നത്? അമ്മ ഞാൻ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതെന്താ ചോറൊന്നും കഴിച്ചിട്ടില്ലേ? വെറുതെ അല്ല നിങ്ങൾക്ക് ക്ഷീണം. എത്ര മരുന്നാ കുടിക്കാനുള്ളേ? പറഞ്ഞ കുറ്റാണ്. മരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും. അത് ആരായാലും ഉണ്ടാവും. ഇത്രയും പാത്രം. മോനെ, നീ എവിടെ? എടാ, ചായ തിളക്കണുണ്ടടാ. ആ മരുന്ന് പൊടിയിടോ? നിനക്ക് ചായ പോരെ? ആ ചായ മതി. നേരെ ബ്രേക്കിംഗ് സമയം. എവിടെ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുള്ളത്? എടാ വാ, ചായ കുടിക്കാന്. മതി മതി, നീ ഇത് കുടിക്കാൻ വാ. ആ ചേർന്നു. മരുന്ന് കഴിച്ചില്ലേ? അമ്മ മരുന്ന് കഴിച്ചടാ, അതിന്റെ ക്ഷീണം തന്നെയാണ് അമ്മയ്ക്ക്. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഓ, എല്ലാ പ്രാവശ്യം പറഞ്ഞ മതി അവിടെ കൂട്ടിക്കൊണ്ടുവരാനാവൂലേ? അതൊന്നല്ല, അവള് പോയിട്ട് ഇപ്പൊ ഇത്രയും കാലായി. അവളില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ അവളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും മതി ഇവിടെ. എനിക്ക് നീയും നിനക്ക് ഞാനും. ഇനി എന്റെ മോനെ എനിക്ക് വിഷമിപ്പിക്കാനാവില്ല. അമ്മയ്ക്കല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നതിന് പരിഭവം. അപ്പൊ കല്യാണം കഴിച്ചിട്ട് എന്തായി? മോനെ, നിനക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ നിന്റെ പഴയ കാമുകിയോർത്ത് എൻ്റെ മോൻ നശിക്കുന്നത് കണ്ടപ്പോൾ ഏതൊരമ്മയ്ക്കും
മക്കൾ നശിക്കുന്നത് കാണാൻ കഴിയില്ലടാ. നീ സ്നേഹിച്ചു പോയ ഒരാൾ നിന്നെ വിട്ടു പോയപ്പോൾ നിനക്കുണ്ടായ വിഷമം നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെ കാര്യം. അവളൊരു പാവല്ലേ. അഞ്ചു നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവളുണ്ടായപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് നിനക്ക് പറ്റിയിരുന്നു. എന്നിട്ടും നീ അവളെ ഒരുപാട് ദ്രോഹിച്ചു. അമ്മേ, അതെല്ലാം എനിക്കറിയാമായിരുന്നു. ഞാൻ അവിടെ നിന്ന് അറിഞ്ഞു വരികയായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആ പഴയ ദുഷിച്ച ഓർമ്മകൾ കയറി വരും. അതെല്ലാം ഞാൻ അവളെ മേലെ നടിച്ചേൽപ്പിച്ചിരുന്നു. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ അവളെ കൂട്ടിക്കൊണ്ടുപോവാ. എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ അമ്മ പറയുന്നത്. അമ്മയ്ക്കറിയോ ഞാൻ അവളെ ചീത്ത പറഞ്ഞില്ല എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ ശപിക്കാറുണ്ട്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. എന്നാൽ എൻ്റെ മോൻ പോയാണ് ഇപ്പം തന്നെ അവളെ വിളിച്ചോണ്ട് പോവാം. എന്നിട്ടാണോ നീ ഇത്രയും കാലം അവളില്ലാതെ ജീവിച്ചത്? നീ പോയാണ്ട് റെഡി അവളെ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോവാം. അമ്മയ്ക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി. എൻ്റെ മോന്. അമ്മേ, ഞാൻ വിളിച്ചാൽ അവൾ വരുമോ? അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നീ ദ്രോഹിച്ചതിനിരട്ടി അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. നീ വിളിച്ചാൽ അവൾ വരും. അമ്മ കുട്ടി പോയി റെഡിയാവും. ഞാൻ വിളിച്ച് പറയാം അവളെ. ശരി അമ്മ.